ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചില കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാം. ആദ്യം റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ റിസൾട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഔട്ട്കംസോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിന് ഒരു റിസൾട്ടായിരിക്കാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് വിൽ ബി ദെയർ. അത് വേരി ചെയ്യും ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സ്പെരിമെൻറ്റ് ദാറ്റ് വി ആർ കണ്ടക്റ്റിംഗ്. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അനുസരിച്ച് ഔട്ട്കംസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിന് രണ്ടോ അതിൽ കൂടുതലോ ഔട്ട്കംസ് ഉണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് യൂണിഫോം കണ്ടീഷൻസിൽ ട്രയൽ ടു ട്രയൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദ ഔട്ട്കംസ് ആർ നോട്ട് പ്രെഡിക്റ്റബിൾ. നമുക്ക് ആ ഔട്ട്കംസ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹാസ് 2 or more outcomes which vary in an unpredictable manner from trial to trial when conducted under uniform conditions. അതായത് രണ്ടോ അതിൽ കൂടുതലോ ഔട്ട്കംസ് ഉണ്ടാവണം. അതുപോലെ ഈ ഔട്ട്കംസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു കണ്ടക്ട് ദ എക്സ്പെരിമെൻറ്റ് ട്രയൽ ടു ട്രയൽ അണ്ടർ യൂണിഫോം കണ്ടീഷൻസ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഏതൊക്കെ കണ്ടീഷൻസാണ്? ഒന്ന്, ഇറ്റ് ഷുഡ് ഹാവ് 2 or more ഔട്ട്കംസ്. അതിന് രണ്ടോ അതിൽ കൂടുതലോ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദീസ് ഔട്ട്കംസ്. നമുക്ക് ഈ ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റരുത് വെൻ വി ആർ കണ്ടക്ടിങ് ദ എക്സ്പെരിമെൻറ്റ് അണ്ടർ യൂണിഫോം കണ്ടീഷൻസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടോസിങ് എ കോയിൻ. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നത് അതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിന് 2 പോസിബിൾ ഔട്ട്കംസ് ആണുള്ളത്. ഒന്നിൽ നമുക്ക് ഹെഡ് കിട്ടും, അല്ലെങ്കിൽ ടെയിൽ കിട്ടും. അപ്പോൾ ഹെഡും ടെയിലുമാണ് അവിടെയുള്ള 2 പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അപ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് തന്നെ ട്രയൽ ടു ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇനി അടുത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഹെഡായിരിക്കും അല്ലെങ്കിൽ ടെയിലായിരിക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് നമുക്കിതിനെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദർ ആർ 2 പോസിബിൾ ഔട്ട്കംസ് ആൻഡ് വി കനോട്ട് പ്രെഡിക്റ്റ് ദ ഔട്ട്കംസ് ഇൻ അഡ്വാൻസ്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ത്രോയിങ് എ ഡൈ. അപ്പോൾ അത് എത്ര ഔട്ട്കംസ് ആണ് നമുക്ക്? വെൻ വി ത്രോ എ ഡൈ ഹൗ മെനി ഔട്ട്കംസ് വിൽ വി ഗെറ്റ്? 6 പോസിബിൾ ഔട്ട്കംസ് ആണ്. ഒന്നിൽ 1 കിട്ടാം, 2 കിട്ടാം, 3, 4, 5, 6 അങ്ങനെ 6 പോസിബിൾ ഔട്ട്കംസ് വിൽ ബി ദെയർ. അതുപോലെ വി കനോട്ട് പ്രെഡിക്റ്റ് ദ ഔട്ട്കം ഇൻ അഡ്വാൻസ്. നമുക്ക് നേരത്തെ തന്നെ പറയാൻ പറ്റില്ല നമുക്ക് ഏത് ഔട്ട്കമാണ് അവിടെ കിട്ടുന്നതെന്ന്. 1 കിട്ടുമോ അല്ലെങ്കിൽ 2 കിട്ടുമോ? അപ്പോൾ 1 to 6 നമുക്ക് ഏത് വേണമെങ്കിലും കിട്ടാം. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സെറ്റ് ഓഫ് പോസിബിൾ ഔട്ട്കംസിനെല്ലാം കൂടെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് ഇസ് ദ സെറ്റ് ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. എക്സാമ്പിൾ പറഞ്ഞാൽ ടോസിങ് എ കോയിൻ. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 2 പോസിബിൾ ഔട്ട്കംസ് ആണ്. ഒന്നിൽ നമുക്ക് ഹെഡ് കിട്ടും, അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ഇനി ഫോർ എക്സാമ്പിൾ ഇനി നമ്മൾ 2 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുകയാണ്. വി ആർ ടോസിങ് 2 കോയിൻസ് സൈമിൾട്ടേനിയസ്ലി. ദ ഔട്ട്കംസ് വിൽ ബി ഹെഡ് ഹെഡ്, ഹെഡ് ടെയിൽ, ടെയിൽ ടെയിൽ ഓർ ടെയിൽ ഹെഡ്. ഇനി നമ്മൾ 3 കോയിൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ഔട്ട്കംസ് ആണ് കിട്ടുന്നത്. ഒന്നിൽ നമുക്ക് എച്ച് 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 എന്ന് പറഞ്ഞൊരു ഔട്ട്കം കിട്ടും, അല്ലെങ്കിൽ ടി ടി ടി, ദെൻ എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്, ടി എച്ച് എച്ച്, എച്ച് ടി എച്ച് ആൻഡ് എച്ച് എച്ച് ടി. ഇത്രയുമാണ് പോസിബിൾ ഔട്ട്കംസ്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. നമ്മളിപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ എത്ര പോസിബിൾ ഔട്ട്കംസ് ആണുള്ളത്? 6 പോസിബിൾ ഔട്ട്കംസ് ആണ്. അപ്പോൾ 6 പോസിബിൾ ഔട്ട്കംസിനെ എല്ലാം കൂടെ ആ ഒരു സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് ഓഫ് ത്രോയിങ് എ ഡൈ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഔട്ട്കംസിനൊരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുന്നതിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. സോ റാൻഡം വേരിയബിൾ വിച്ച് ഇസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ആസ് എക്സ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്നാണ് റാൻഡം വേരിയബിളിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വേരിയബിൾ ഹൂസ് പോസിബിൾ വാല്യൂസ് ആർ ന്യൂമറിക്കൽ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഔട്ട്കംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ ഔട്ട്കംസിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊരു ന്യൂമറിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് റാൻഡം വേരിയബിൾ.
വേരിയബിൾ. അപ്പോൾ റാൻഡം വേരിയബിൾ സിംപ്ലി മീൻസ് വി ആർ അലോട്ടിങ് റിയൽ വാല്യൂ ടു ദ ഔട്ട്കംസ്. നമ്മൾ ഔട്ട്കംസിന് റിയൽ വാല്യൂ അലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിളിന് അതിൻ്റെ റിയൽ വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നത് സാമ്പിൾ സ്പേസ് എന്നാണ്. സാമ്പിൾ സ്പേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് എന്നാണ് നമ്മൾ ഈ റാൻഡം വേരിയബിൾസ് അതിന് റിയൽ വാല്യൂസ് അസൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ 3 കോയിൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്യുകയാണ്. അപ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് നമ്മളിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്കംസിനെ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ നോക്കാം. ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ്, ഇപ്പോൾ 0 ഹെഡ്സ് ആണെങ്കിൽ 0 ഹെഡ്സ് വിത്ത് 1/8 പ്രോബബിലിറ്റി ആണ്. എങ്ങനെ 1/8 കിട്ടും? 0 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3 കോയിൻ ടോസ് ചെയ്യുമ്പോഴും നമുക്ക് ഹെഡ് കിട്ടാത്ത ഒരു സിറ്റുവേഷനാണ്. അതായത് 3 നമുക്ക് ടെയിലാവും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എത്ര ഔട്ട്കം ആണുള്ളത്? 3 ടെയിൽ കിട്ടുന്ന ഔട്ട്കം. അതായത് വി ആർ നോട്ട് ഗെറ്റിംഗ് എനി ഹെഡ് കിട്ടുന്നില്ല. ഇതിന് പകരം 3 ടെയിലാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള എത്ര ഔട്ട്കംസ് ആണ് അവിടെ ഉള്ളത്? ഒരേ ഒരു ഔട്ട്കം മാത്രമാണുള്ളത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. മൊത്തത്തിൽ എത്ര ഔട്ട്കം ആണ്? 8 ഔട്ട്കംസ് ആണുള്ളത്. അതിൽ ഒരെണ്ണമാണ് നമുക്ക് 0 ഹെഡ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ 3 ടെയിൽ കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/8 എന്നാണ് എഴുതുന്നത്. ഇനി നിങ്ങൾ നോക്കുക, 1 ഹെഡ് ആണെങ്കിൽ എത്ര ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി? ഒരു ഹെഡ് മാത്രം വരുന്ന 3 ഔട്ട്കംസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഒരു ഹെഡ് മാത്രം വരുന്ന 3 ഔട്ട്കംസ്. ഇത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഏതൊക്കെ ഔട്ട്കംസ് ആണ്? രണ്ടാമത്തത് ഒരു ഹെഡ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ HTT ഉണ്ട്, അതുപോലെ THT ഉണ്ട്, പിന്നെ TTH ഉണ്ട്. അപ്പോൾ നമുക്ക് 3/8 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റിലുള്ള എല്ലാ ഔട്ട്കംസിനും റിയൽ വാല്യൂസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ന്യൂമറിക്കൽ ഔട്ട്കംസിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് ആൻ ഈവൻറ്റ്. അപ്പം ഈവൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സാമ്പിൾ സ്പേസിലെ ഒരു സബ്സെറ്റാണ് ഈവൻറ്റ് എന്ന് പറയുന്നത്. ഈവൻറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുകയാണ്. ഡൈ ത്രോ ചെയ്യുമ്പോൾ ഗെറ്റിംഗ് 2 എന്ന് പറയുന്നത് അതിലെ ഒരു ഈവൻ്റാണ്. ഗെറ്റിംഗ് 3 അതിലെ വേറൊരു ഈവൻ്റാണ്. ഗെറ്റിംഗ് 4 അതൊരു ഈവൻ്റാണ്. ഗെറ്റിംഗ് 5 ഈവൻ്റാണ്. അതുപോലെ നമ്മൾ 2 കോയിൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്യുന്നു. അപ്പോൾ ഗെറ്റിംഗ് 2 ഹെഡ്സ് ഒരു ഈവൻ്റാണ്. ഗെറ്റിംഗ് നോ ഹെഡ്സ് ഒരു ഈവൻ്റാണ്. അതുപോലെ ഗെറ്റിംഗ് 2 ടെയിൽസ് ഒരു ഈവൻ്റാണ്. ഗെറ്റിംഗ് 1 ടെയിൽ ഒരു ഈവൻ്റാണ്. അപ്പോൾ സാമ്പിൾ സ്പേസിലെ ഓരോ സബ്സെറ്റുകളെയും നമുക്ക് ഈവൻ്റ് എന്ന് പറയാം. ഒരു ഈവൻറ്റിൻ്റെ അക്കറൻസിനെ നമ്മൾ സക്സസ് എന്നും അതിൻ്റെ നോൺ അക്കറൻസിനെ നമ്മൾ ഫെയിലിയർ എന്നും പറയും. അതായത് ഒരു ഈവൻറ്റ് അക്കർ ചെയ്യുവാണെങ്കിൽ അതാണ് സക്സസ്. അപ്പോൾ ആ ഈവൻറ്റ് അക്കർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും. അതായത് ഒന്ന് സക്സസും ഒന്ന് ഫെയിലിയറുമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിലെ പോസിബിൾ ആയിട്ടുള്ള 2 ഈവൻറ്റ്സ് ഏതൊക്കെയാണ്? ഗെറ്റിംഗ് ഹെഡും അതുപോലെ ടെയിലും. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം സക്സസും ഒരെണ്ണം ഫെയിലിയറും ആയിരിക്കും. അതുപോലെ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുകയാണ്. അപ്പം 2 ഈവൻറ്റ്സ് ഗെറ്റിംഗ് 1 ആൻഡ് നോട്ട് ഗെറ്റിംഗ് 1. ഇതിൽ ഒരെണ്ണം സക്സസും ഒരെണ്ണം ഫെയിലിയറും ആവാം. അല്ലെങ്കിൽ ഗെറ്റിംഗ് 6 ആൻഡ് നോട്ട് ഗെറ്റിംഗ് 6. 6 കിട്ടാനുള്ള സാധ്യത, പിന്നെ 6 അക്കർ ചെയ്യാതിരിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം സക്സസും ഒരെണ്ണം ഫെയിലിയറുമാണ്. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നമ്മൾ കാണിക്കുന്നത് റാൻഡം വേരിയബിൾസിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും എല്ലാ പോസിബിൾ വാല്യൂസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രോബബിലിറ്റീസുമാണ്. ഇനി ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ പോസിബിൾ വാല്യൂസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രോബബിലിറ്റീസുമാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം അത് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് 0, 1, 2, 3 അങ്ങനെയുള്ള ഇൻറ്റിജർ വാല്യൂസാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ പോസിബിൾ വാല്യൂസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രോബബിലിറ്റിയും കാണിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ്
ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് സച്ച് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഡിസ്കവർ ചെയ്ത് ജെയിംസ് ബെർണൗളിയാണ്. ഇത് ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, വേർ ആൻ എക്സ്പെരിമെൻറ്റ് റിസൾട്ട്സ് ഇൻ 2 പോസിബിലിറ്റീസ്. ഒരു എക്സ്പെരിമെൻറ്റിന് 2 പോസിബിലിറ്റീസേ കാണുകയുള്ളൂ, സക്സസ് ആൻഡ് ഫെയിലിയർ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇപ്പോൾ ഒക്കറൻസസ് കൗണ്ടബിൾ ആണ് അല്ലെങ്കിൽ ഫൈനൈറ്റ് ഔട്ട്കംസ് ആണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. A random variable x is said to follow binomial distribution with parameters n and p if its probability function is function of x is equal to ncx. c എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ്. ncx p raised to the power x q raised to n minus x. ഇവിടെ സ്മോൾ ലെറ്റർ x കാണിക്കുന്നത് 0, 1, 2 അങ്ങനെ n വരെ. നമ്പർ ഓഫ് സക്സസിനെയാണ് എക്സ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് സക്സസ്. പി ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. ഒരു സിംഗിൾ ട്രയലിൽ സക്സസിൻ്റെ പ്രോബബിലിറ്റി ആണ് പി. ആൻഡ് ക്യൂ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഇൻ എ സിംഗിൾ ട്രയൽ. ആൻഡ് പി ലൈസ് ബിറ്റ്വീൻ 0 and 1. ആൻഡ് ക്യൂ പ്ലസ് പി ഈസ് ഈക്വൽ ടു 1. ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫംഗ്ഷനിൽ മനസ്സിലാക്കേണ്ടത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ 2 പാരാമീറ്റേഴ്സാണുള്ളത്, എന്നും പിയും. ഇപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സും നോൺ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ടേംസൊക്കെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇഫ് വി വോണ്ട് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads in 5 tosses. അതായത് ഒരു കോയിൻ 5 തവണ ടോസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads is equal to ഒരു ഇക്വേഷൻ എഴുതാം. ncx p raised to x q raised to n minus x. ഇവിടെ ncx എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ടോസിൽ നമുക്ക് 2 heads കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലേ വേണ്ടത്. അപ്പോൾ കോമ്പിനേഷൻ നമുക്ക് 5c2 എന്ന് എഴുതാം. 5c2 to get 2 heads from 5 tosses. 5 ടോസിൽ 2 heads കിട്ടാനുള്ളത് 5c2. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയലാണ്. ഒരു ട്രയലിൽ നമുക്ക് സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അതായത് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉള്ള ഔട്ട്കംസ്? ഒന്നിൽ നമുക്ക് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണല്ലേ. 1/2 ആണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ ദാറ്റ്. അപ്പോൾ ക്യൂവും എത്രയായിരിക്കും വരുന്നത്? 1/2 ആയിരിക്കും. കാരണം പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പറഞ്ഞു. സോ ക്യൂ ഇസ് ഈക്വൽ ടു 1/2. ഇനി എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. കാരണം നമുക്ക് കിട്ടേണ്ടത് 2 ഹെഡ്സ് ആണ്. നമ്പർ ഓഫ് ഹെഡ്സ് ടു ബി ഒബ്റ്റെയിൻഡ് ഇസ് ഈക്വൽ ടു 2. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതി. പിന്നെ നമുക്ക് വേണ്ടത് ഇനി n മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു ടേം ആണ്. n എന്ന് പറയുന്നത് 5 ആണ്. ദാറ്റ് ഇസ് നമ്പർ ഓഫ് ട്രയൽസ്. നമ്പർ ഓഫ് ടോസസ് എത്രയാണ്? 5. സോ 5 മൈനസ് 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads in 5 tosses. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്തെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണോ അതിലേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് വൺ, ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹാസ് 2 outcomes, സക്സസ് ആൻഡ് ഫെയിലിയർ. റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം, സക്സസ് ആൻഡ് ഫെയിലിയർ. Second one, probability for success in a single trial remains constant from trial to trial of the experiment. നമ്മൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോ ട്രയലും ട്രയൽ ടു ട്രയൽ ചെയ്യുമ്പോൾ ആ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ഒരു ട്രയലിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇപ്പം ഒരു ന്യൂമറിക്കൽ വാല്യൂ തന്നിട്ട് പിന്നെ ഓരോ ട്രയൽസിലും അത് വേരി ചെയ്യാൻ പാടില്ല. തേർഡ് വൺ, ദ എക്സ്പെരിമെൻറ്റ് ഇസ് ഡൺ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും ഇത്ര നമ്പർ ഓഫ് ടൈംസ് ആണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുന്നതെന്നൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇൻഫിനിറ്റ് നമ്പർ ആയിരിക്കില്ല. ദെൻ ലാസ്റ്റ് വൺ, ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓരോ ട്രയൽസും ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ട്രയൽ ഒരിക്കലും വേറൊരു ട്രയലിൻ്റെ ഔട്ട്കമ്മിനെ എഫക്റ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ ഒരു കോയിൻ 5 times ടോസ് ചെയ്യുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വി വിൽ ഗെറ്റ് 2 heads? 2 heads കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ ഇതിൽ 2 ഔട്ട്കംസ് ക്ലിയർ ആയിട്ടുണ്ട്, സക്സസും ഫെയിലിയറും ഉണ്ട്. അതായത് ഒന്നിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളത്. കിട്ടിക്കഴിഞ്ഞാൽ അതാണ് സക്സസ്, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫെയിലിയർ.
പിന്നെ ഓരോ ട്രയലിലും നമുക്ക് സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. എല്ലാ ട്രയൽസിലും അങ്ങനെ 1/2 തന്നെയാണ്. ഓരോ സിംഗിൾ ട്രയലിലും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, വേരി ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ എക്സ്പെരിമെൻ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 5 ടൈംസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ആണത്, ഇൻഫിനിറ്റോ അങ്ങനെയൊന്നുമല്ല. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര തവണയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ട്രയൽസ് ഇൻഡിപെൻഡൻറ്റുമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.